12 മണിക്കത്തെ പാർട്ടിക്ക് 2 മണിയായിട്ടും പോകാണ്ട് കൊച്ചിനെ കളിപ്പിച്ചിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചിനെ പാക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങ് വണ്ടി കയറി. അത് കഴിഞ്ഞപ്പോൾ ഓർത്തത് ഇൻട്രോ പറഞ്ഞില്ലല്ലോ എന്ന്. എൻ്റെ പേര് ആഷ്ന, അത് ബിസ്മിൻ, പുറകിലിരിക്കും ഞങ്ങളുടെ ഇത്തിരി പെണ്ണൻ സായൻ. അങ്ങനെ ഞങ്ങൾ സ്റ്റീവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അതാ ഒരു ലോഡ് പിള്ളേർ. എന്നാൽ പിന്നെ നിങ്ങൾ പിള്ളേരെ കളിപ്പിച്ചിരിക്കും, ഞങ്ങൾ ഫുഡുമായിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഫാദേഴ്സ് ഡേ കേക്ക് കട്ടിയാന്ന് പറഞ്ഞപ്പോൾ 3 പേരോട് കേക്കും കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഇത്ര വലിയ ഭൂലോക മണ്ടന്മാരെ ഞാൻ എൻ്റെ കരിയർ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് തെങ്ങലും കാണിക്കും, ഞങ്ങൾക്കും കുറച്ച് കേക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും കുറച്ച് കേക്ക് തന്നു, പിള്ളേർക്കും കുറച്ച് കേക്കും കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അലീഷ ചിണ്ടും കൂടെ ഒരു കിസ്സും അടിച്ചു. കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് തന്ന ക്ഷീണം തീർക്കാനായി ഡാഡി വൈബോയ്സ് പോയി മുട്ടനടി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് മിൻറ്റു ഡേവിനെ കൊണ്ട് വന്ന് അനിച്ചേട്ടന് പണി കൊടുത്തു. എന്നാൽ പിന്നെ തനിക്കും ഇരിക്കട്ടെ ഒരു ട്രോഫി എന്ന് പറഞ്ഞ് ഞാനും കൊടുത്തു. കൊച്ചിനെ നോക്കി ഞങ്ങളും അടുത്ത് ഞങ്ങൾക്ക് ബാച്ചലർ ലൈഫ് മതി എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഡാഡി വൈബോയ്സ് എങ്ങോട്ടോ പോയി. ഇവന്മാരുടെ ഡാൻസ് കണ്ടാൽ തോന്നുന്നു ഇവന്മാരെന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ചതാന്ന്. 3 ഷോട്ടും അടിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത് മദേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഫാദേഴ്സ് ഉണ്ടായത്. ശരിക്കും ഇവരല്ലേ ഞങ്ങൾക്ക് പാർട്ടി തരേണ്ടത്. അപ്പോൾ ഹാപ്പി ഫാദേഴ്സ് ഡേ.